പശ്ചിമേഷ്യയിൽ നിന്ന് തുടർച്ചയായി ഉയരുന്നത് മുഴുവൻ യുദ്ധത്തിന്റെ മുറവിളി മാത്രമാണ്. നീതിയും ന്യായവും ആരുടെ ഭാഗത്ത് എന്നതിനേക്കാൾ ഇവിടെ പ്രാധാന്യമർഹിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അതുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളാണ്. ഇറാനിൽ നടക്കുന്ന ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളെ തന്റെ സ്വാർത്ഥ രാഷ്ട്രീയ ലാഭത്തിനായി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ട്രംപ് നടത്തുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന പല നയങ്ങളും പ്രത്യക്ഷത്തിൽ യുദ്ധത്തിലേക്ക് വാതിലുകൾ തുറന്നു വെക്കുന്നതിന് തുല്യമാണ്. പരസ്പരം പോരുവിളി നടത്തുകയാണ് ഇറാനും അമേരിക്കയും. എന്നാൽ അതേസമയം ഏത് നിമിഷവും ഒരാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവൻ തുലാസിലാക്കി ഓരോ നിമിഷവും തള്ളി നീക്കുകയാണ് ഈ രണ്ടു രാജ്യങ്ങളിലേതുൾപ്പെടെ ജനങ്ങൾ മുഴുവൻ. ട്രംപിന്റെ യുദ്ധക്കൊതിയുടെ മുറവിളിക്ക് പകരം ആയത്തുള്ള അലി ഖമേനിയുടെ യുദ്ധത്തിന്റെ ശംഖ് മുഴക്കി കഴിഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് നേരെയുള്ള യുഎസിന്റെ ഏതൊരാക്രമണവും മേഖലയിലാകെ യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ ഇറാനുമായി ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി കഴിഞ്ഞു. ഖമേനിയുടെ മുന്നറിയിപ്പിനെ പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം തീർച്ചയായും അങ്ങനെയേ പറയൂ എന്ന ട്രംപിന്റെ പ്രതികരണം ഉണ്ടായത്. ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ഇനി കരാർ നടന്നില്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അപ്പോൾ അറിയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ടെഹ്റാനിലെ തന്റെ വസതിയിൽ ഒത്തുചേർന്ന ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഖമേനിയുടെ ഈ മുന്നറിയിപ്പ്. ഇറാനിലെ എണ്ണ, പ്രകൃതിവാതകം, മറ്റ് ധാതു സമ്പത്തുകൾ